ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്പോ ഗെയിമർ. മറ്റൊരു കിടക്കാച്ചയിലേക്ക് എല്ലാ കൂട്ടർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വന്ന ഏതെങ്കിലും കൂട്ടാറുണ്ട് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ TNT ട്രോൾ സെർവറിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ TNT സെർവറിൽ എന്തൊക്കെയോ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ DK ഉണ്ട്, ടെർബോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ചെയ്ത വീഡിയോ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ബൈ ദ ബൈ DK എന്തൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ്സും അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയൂ. ഇവിടെ കുറെ ഇവിടെ പുതിയ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ മേയർ സാറ് പുതിയ പോലീസ് സ്റ്റേഷൻ അവിടെ പണിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഉടനെ കൊണ്ടുവന്ന നന്നായി. കാരണം എത്രയും പെട്ടെന്ന് ഗെയിമർ ബസ്സിനെ നമുക്ക് തൂക്കണം കേട്ടോ. അങ്ങനെ അകത്തോട്ട് ചിക്കനോ ചിക്കൻ ഉണ്ടോ ഇതിനകത്ത്? എടാ ചിക്കനൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. എടാ ഈ GFC ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞില്ലേ? നല്ലതാ. എന്നിട്ട് ചിക്കനൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. അടുത്ത നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോ. നമ്മുടെ നിയമത്തിന്റെ വഴി നമുക്ക് പോയിട്ട് വരാം സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞ അന്ന് പറഞ്ഞ ഫണ്ടില്ലായിരുന്നാ 20 ഗോൾഡ് ഇതിന്റെ പകുതി എനിക്ക് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പകുതി കൊണ്ട് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ കുറച്ച് ഫണ്ട് തന്നായിരുന്നല്ലോ, അതെന്ത്? അതാണ് പറഞ്ഞത്. ആ ഫണ്ടാണ് ഇത്രയും പണിഞ്ഞത്. ഇവിടുന്ന് ഇത്രയും പണി. ഓക്കെ, അപ്പൊ പിന്നെന്താണ് നമ്മുടെ ഗെയിമർ കോസ്റ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? വാൾട്ടർ പിടിച്ചിട്ടെന്ന് പറഞ്ഞു. നമുക്ക് ഉടനെ ഇതിനകത്ത് ഓഫീസേഴ്സിനെ നിയമിക്കണം കേട്ടോ. അത് 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 താങ്കളുടെ കാര്യമാണ്. താങ്കളാ ഇവിടുത്തെ മേയർ. അപ്പൊ താങ്കൾ വേണം ഇവിടെ ഓഫീസേഴ്സിനെ പിടിച്ചിടാൻ. നല്ലതാ. റിസപ്ഷൻ അപ്പൊ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ഇതെന്തോ നല്ലതാ. ഒരു മിനിറ്റ്. ഓക്കെ, കഥ അടച്ചിട്ട് ഇറങ്ങി പോടൂ. അയ്യോ, പോലീസ് സ്റ്റേഷന്റെ അകത്ത് കക്കൂസ്. ഓ, ഇതാണ് സെല്ല്. ഇത് ഓക്കെ ഓക്കെ. രണ്ട് ബൈ ദ ബൈ അപ്പൊ ഞാൻ കുറ്റവാളി അല്ലല്ലോ. ഇയാളെ കൊണ്ട് ഈ മേയറിനിട്ട് ചോദ്യം ചെയ്യണതൊക്കെയാണ്. പുള്ളിക്കാരൻ ശരിയല്ല. അയ്യോ, ഇതൊക്കെയാണ് നമ്മുടെ ബേസ് അപ്ഡേറ്റ്സ്. അപ്പൊ ദേണ്ട ഇവിടെ പോലീസ് വാനൊക്കെ കിടക്കുന്നല്ലോ. അവിടെ ഏതാ ക്രീപ്പറിന്റെ തലയൊക്കെ? ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ അല്ലേലും പാടാ. ഗാസ്റ്റ്, ക്രീപ്പർ, ഇതെന്തോന്ന്? എൻഡർമാനാണോ? നല്ലതാ. ഹെലികോപ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ വാങ്ങിയ എത്ര ഫണ്ടായി? അത്രയും വന്നല്ലേ. ഓ, അത് ശരി.
ഗൈസ് ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അപ്പം നമ്മുടെ സിറ്റി മേയറിൻ്റെ ലീലാവിലാസങ്ങളാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഹെലികോപ്റ്ററെല്ലാം സെറ്റാണ്. എത്ര 45 ലക്ഷം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ്സ് കേട്ടോ. പിന്നെന്തുവാ പുതിയ അപ്ഡേറ്റ്സ് പറയൂ. മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ 2 പിന്നെ ഒരു പോലീസ് കാർ. ഒന്ന് ഇപ്പുറത്തുണ്ട്. ഓക്കെ നല്ല ഫണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഈ വണ്ടിയും കൊണ്ട് പോയിട്ടെ ഉടനെ ഗെയിമർ കോസ്റ്റിനെ തൂക്കണം. ഞാൻ കുറച്ച് ഫണ്ട് തരാം താങ്കൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ. കാരണം ഇത്രയും നമ്മള് പോലീസ് സ്റ്റേഷൻ പണിഞ്ഞല്ലേ, ഇന്നാ കുറച്ച് ഫണ്ട് മേയർ വെച്ചു. അല്ല, പകരം എനിക്ക് ഇച്ചിരി ഫുഡ് തന്നാലും വലിയ ഉപകാരം. അയ്യോ, ഇങ്ങനെ ഇറച്ചി കഴിച്ച് എല്ലാം ഇങ്ങനെ പോത്തിനെ മാത്രം മതിയെന്ന് തോന്നി ഇങ്ങേർക്ക്. അത് ശരി. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ നമ്മുടെ ഡോക്ടർ ഇതിൽ നിന്ന് റിട്ടയർമെന്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ ഡോക്ടറിന് ഇത് കിട്ടിയിട്ടുണ്ട്. ഡോക്ടറിന് പെൻഷൻ കിട്ടി, ഇനി വീട്ടിൽ ഇരിക്കുക സുഹൃത്തുക്കളെ. ബൈ ദ ബൈ, മിക്കുവിന്റെ ബേസിന്റെ അവിടെ എന്തൊക്കെ അപ്ഡേറ്റ്സ് വന്നെന്ന് പറയുന്നത് കേട്ടു. കഴിഞ്ഞിട്ടില്ലേ? പിന്നെ എവിടാ? ഇതിലെ പോയാൽ ചെറിയ പാലം കാണും. പാലോ? ഓക്കെ. ഓ, പാലമൊക്കെ സെറ്റ് ആണല്ലോ. ഈ റെഡ്സ്റ്റോൺ മായാജാലം കാണിച്ചു തരാം. അങ്ങോട്ട് പോണ്ടേ? അത് നമ്മുടെ ഓ, അപ്പൊ വിരമിച്ചെങ്കിലും വെറുതെ ഇരിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലല്ലേ? നല്ലതാ. ആ ഗെയിമർ കോസ്റ്റിന് പുതിയ വീട് കിട്ടിയോ അവിടെ? ഡികെയുടെ ബേസിന്റെ ഞാൻ കാണുന്നു. ഗൈസ് ആണ് ഇവിടെ എന്തൊക്കെയോ ബോട്ടിംഗ് പ്ലേസ് വന്നിട്ടുണ്ട്. അതായത് ബോട്ടിംഗ് പ്ലേസ് അല്ലേ? എടാ ബോട്ടിന്റെ സ്പെല്ലിംഗ് ആണോ അവിടെ? ഇത് BOT എന്ന് പറഞ്ഞ ബോട്ട്, റോബോട്ടിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നല്ലതാ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബോട്ടല്ല നമ്മുടെ ഷിപ്പിംഗ് ഏരിയ. എന്തൊക്കെയൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഇതാണോ ബോട്ട്? അപ്പൊ നമുക്ക് ഒരു ബോട്ടിൽ ഒരു യാത്ര പോയാലോ? കേറിക്കോ. DK ആ ബോട്ട് എടുത്തിട്ട് ഓക്കെ. നല്ല രസമുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ബോട്ട് റേസ്. ഓക്കെ, ബോട്ട് റേസ് അല്ല, ബോട്ടിന്റെ ആ ഒരു സംഭവമൊക്കെ നമ്മുടെ DK അടിപൊളി. അല്ല, DK അല്ല, ഇതാരാ പണിഞ്ഞേ? വാൾട്ടറിന്റെ ലീലാവിലാസങ്ങളാണ് സുഹൃത്തുക്കളെ. എന്റെ കയ്യിൽ ഇപ്പൊ ഫണ്ട് ഇല്ല. നമുക്ക് ഉടനെ ഒരു കഫേ പണിയണം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്കൊരു അടുത്ത വീഡിയോയിൽ നിങ്ങൾ കഫേ കാണുന്നതായിരിക്കും. അത് ബൈ ദ വൈ കുറച്ച് ഫണ്ട് ഉണ്ട്. അത് വെച്ച് കഫേ പണിഞ്ഞിട്ട് ഇനി അതിൽ നിന്ന് ഫണ്ട് എടുക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ എനിക്ക് തരാൻ പറ്റുള്ളൂ. സംഭാവന. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അപ്പൊ അവിടെ ഗെയിമർ കോസ്റ്റിന്റെ നല്ലതാ. ഗെയിമർ കോസ്റ്റിന് പുതിയ വീട് കിട്ടിയല്ലേ? ഇതാരാ പണിഞ്ഞു കൊടുത്തേ? ഓ, ഗെയിമർ കോസ്റ്റിന്റെ സെറ്റ് ആയതുകൊണ്ട് ഇന്റീരിയർ ഒന്നും സെറ്റ് ആയിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പൊ വെളിയൊക്കെ കാണാൻ എക്സ്റ്റീരിയർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്.
അപ്പൊ ഇതാണ് ഗെയിമർ ഗോസ്റ്റിന്റെ വീട് സുഹൃത്തുക്കളെ. ഇവിടെ ഫൗണ്ടൻ ഒക്കെ വെച്ച് പക്ഷെ ഒരു പരിപാടിയില് ഒരു കാര്യമുണ്ട്. എന്തുവാ? ഒരു ബാക്കും ഫ്രണ്ടും ഇല്ല, ഒരു ബാക്കും ഫ്രണ്ടും ഒന്നുമില്ല. എവിടെ കയറണം ആദ്യം ഈ ഒരു റൂം മാത്രം. അല്ലതാ ഇതുവഴി കേറ്, എന്തേലുമൊക്കെ വഴി ഉണ്ടാക്കി വെക്കുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ അതാണ്. അപ്പൊ നമ്മക്കേ പുറകിലോ ആ നേരെ വന്നോ, അവിടെ നിന്ന് നേരെ വന്നോ, അവിടെ ഓ ഇതെന്താണ്? എന്റെ വാൾട്ടറിന്റെ വീടാണ് ഗൈസ്. ബൈ ദ ബൈ എല്ലാവർക്കും വീടായി, എനിക്ക് വീടില്ലടാ. ഞാൻ ഉടനെ ഒരു വീട് പണിയും. പക്ഷെ ഞാൻ കഫേ പണിഞ്ഞിട്ട് അതിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടേ വീട് ഉണ്ടാകത്തുള്ളൂ സുഹൃത്തുക്കളെ. ബൈ ദ ബൈ ആ ഫണ്ട് ഭാവിയിലേക്ക് കുറച്ച് വെക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ വാൾട്ടറിന്റെ വീട് കേട്ടോ. സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ, അടിപൊളിയാണ്. ഇതെന്തോന്ന് ടി വി കാണാനുള്ള സംഭവമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വാൾട്ടറിന്റെ വീട്. ഓ PC. ഈ PC ഞാൻ ഹാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഇതെവിടെ പോയി? ഗൈസ് ഇങ്ങേരെന്താ കൂടോത്രം ചെയ്ത് പറന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നില്ല. ദേണ്ടേ ഓ ഇവിടെ ഗാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് അവന്റെ പെറ്റാണോ? ആ അത് അവന്റെ പെറ്റായോണ്ട് അത് പറന്നങ്ങനെ പോവോ ഇല്ലേ? അല്ലതാ खत्म ഗാത്തിനെ കൊല്ലത്തില്ല, ഞാൻ ക്രൂരനല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വില്ലേജ് എല്ലാം ഇവിടെ കത്തി നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നശിച്ചു കേട്ടോ. എങ്ങനെയാന്നൊന്നും അറിയത്തില്ല. എങ്ങനെ ബൈ ദ ബൈ DK എങ്ങനെയാണ് ഇത് പോയതെന്ന് വല്ല പിടിയുണ്ടോ? താങ്കളല്ലായിരുന്നു ഇവിടെ നേരത്തെ. അപ്പൊ താങ്കൾ തന്നെ പറ. ഞാനെന്താ ഇവിടെ താമസിക്കണത് കൊല്ലങ്ങളായിട്ട്? എന്നോട് ചോദിക്കണോ? ആരെ DK ചോദിക്കും. അപ്പൊ പറ മിസ്റ്റർ മേയർ. അപ്പൊ നമ്മുടെ മിക്കു കേറിയിട്ടുണ്ട്. ഓക്കെ, മിക്കു കേറിയിട്ടുണ്ട്. മിക്കുവിനെ നമുക്ക് തൂക്കാം. അതിനു മുമ്പേ സംഭവം എന്തുവാന്ന് പറ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂട്ടിട്ട് ശക്തി അതിന്റെ പണി തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. നല്ലതാ. ഇനി ഇവിടെ സ്വസ്ഥതയോടെ ജീവിക്കേണ്ട സുഹൃത്തുക്കളെ എവിടെയെങ്കിലും ഇനി പാത്തിരിക്കേണ്ടി വരുമല്ലോ. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പോഴേ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ പ്രേതബാധ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ വില്ലേജിൽ നേരത്തെയുള്ള ആത്മാക്കള് വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. അയ്യോ, അവര് പിന്നെയും ഇറങ്ങിയാൽ ഇനി നമ്മൾ എന്തോ ചെയ്യും മിസ്റ്റർ DK? ഓക്കെ, നമ്മുടെ മിക്കു ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, മിക്കു MBBS പാസ്സായിട്ട് ഡോക്ടർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ DK സൈൻ ചെയ്ത് കൊടുത്തോണ്ട് അവര് ഗവൺമെന്റ് പെട്ടെന്ന് ഡോക്ടറാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മിക്കുവിനെ നമ്മുടെ അതെ അതെ, അതുകൊണ്ട് ഇത് സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ കിട്ടും. അയ്യോ. ഹലോ മിസ്സിസ് മിക്കു, എന്താണ് താങ്കളുടെ അഭിപ്രായം?
ഡോക്ടറായില്ലേ അതെ ഡോക്ടറായില്ലേ അഭിപ്രായം പറയൂ. പിന്നെ അല്ലാതെ വയ്യാത്തൊരു പ്രശ്നമില്ലല്ലേ? വയ്യാകടൊക്കെ പ്രശ്നമില്ലല്ലേ? അതെ. ഇല്ല. അല്ല ബൈ ദ ബൈ ഈ പുള്ളിക്കാരനോട് ചോദിച്ചാ ഇവിടത്തെ ദുഷ്ടശക്തികളെ കുറിച്ച് അറിയാൻ പറ്റുമോ? ഈ പുള്ളിക്കാരൻ സ്വാമിജി ആരെങ്കിലും കൊണ്ടുവരണ്ടേ? സ്വാമിജി അല്ല ചേട്ടാ ഇവിടെ നേരത്തെ ഇവിടെ അങ്ങേര് ദയ പോണ് ചേട്ടാ ഇവിടെ ചേട്ടാ ചേട്ടാ ഒന്ന് മൈൻഡ് ചെയ്യണം ചേട്ടാ. പിടിക്കുള്ളൂ. ചേട്ടാ ഇവിടെ ദുഷ്ടശക്തികളുടെ ശല്യം കൂടി കൂടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ചേട്ടൻ മിക്കുവിനെ വായി നോക്കോ, തലം വിടണോ, കൊല്ലണം നേരെ. രഹസ്യം പറയുന്നു തട്ടിക്കൊണ്ട് പോവാൻ രഹസ്യം പറയുന്നു. തോണ്ടേ അയ്യോ. ഓക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മുടെ മിക്കു ഡോക്ടർ പാസ്സായതിന്റെ സന്തോഷത്തിൽ ഞാൻ മിക്കുവിന് കുറച്ച് ഗിഫ്റ്റ് തരുന്നുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ മിക്കുവിന് മിക്കു ഡോക്ടർ ആയത് മിക്കു ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ഗിഫ്റ്റ് തരാം. അവന്മാർക്ക് കൊടുക്കണ്ട ഇങ്ങോട്ട്. മിക്കു ഡോക്ടർ പാസ്സായതുകൊണ്ട് മിക്കുവിന് കുറച്ച് സമ്മാനം. മിക്കുവിന് കുറച്ച് സമ്മാനം വെച്ചോ എനിക്ക് പിക്സ് ചെയ്താ ഉണ്ട്. അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തിനാ എനിക്ക്? ഓക്കെ അപ്പൊ എന്താണ് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ബീച്ചൊക്കെ വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ അപ്പൊ ഉടനെ നമുക്ക് ബീച്ചൊക്കെ കൊണ്ടുവരണം നമ്മുടെ സിറ്റിയിൽ സുഹൃത്തുക്കളെ. ഓക്കെ അപ്പൊ അവിടെ ഉള്ള ബോട്ടിന്റെ സ്ഥലത്തുള്ള ബോട്ട് ഇവിടെ കൊണ്ടുവരണം നിങ്ങൾ. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ശരിയാ മിക്കുവിന്റെ ടെന്റോ? നമുക്ക് മിക്കുവിന്റെ ടെന്റ് കാണാം സുഹൃത്തുക്കൾ. ഓക്കെ ഇതാണ് നമ്മുടെ മിക്കുവിന്റെ ടെന്റ്. ഓക്കെ മിക്കുവിന്റെ ടെന്റ് ആണ് സുഹൃത്തുക്കളെ. മിക്കുവിന്റെ പിരമിഡ് ആണ് സുഹൃത്തുക്കളെ. അയ്യോ ഇതാണ് കൂടാരം കൂട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ടെന്റ് മിക്കു. ഓക്കെ അപ്പൊ ഇതാണ് ടെന്റ്. അയ്യോ ഈ ടെന്റിന്റെ മണ്ടക്കോട്ട് കേറാ. അയ്യോ ടെന്റ് പണി ഞാൻ കണ്ട് എപ്പരാ താഴെ. ഓ ടെന്റിന്റെ നടുക്കും ബീക്കം വരുമോ? അയ്യോ ഇറ്റാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്നത്. എവിടെ വന്ന് ഓക്കെ ഗൈസ് വേണ്ട നമ്മള് നേരെ ഇത് ആരുടെ DKയുടെയോ അതോ ടെർബോയുടെയോ? ഓ DKയുടെ വീട് ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. മിക്കുവിന്റെ ടെർബോടെ DKയുടെ അല്ല ടെർബോടെ മിക്കുവിന്റെ ടെന്റിനെ കാട്ടി കൊള്ളാം സുഹൃത്തുക്കളെ. ഓക്കെ മിക്കുവിന്റെ ടെന്റ് ആണ് സുഹൃത്തുക്കളെ. മിക്കു തന്നെ അവിടെ നൈസിന് ടെന്റ് ഒക്കെ പണിയുന്നുണ്ട്. അയ്യോ ഓക്കെ ഓ മീൻകുളം മീനെ ഫ്രൈ ചെയ്ത് തിന്നങ്ങേരി. കൊണ്ടിട്ട് അതിനടുത്ത് ഓക്കെ നമുക്ക് അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ DK അല്ല നമ്മുടെ ടെർബോയുടെ വീട്. ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ടെർബോ ഇവിടെ വീട്. ഓക്കെ അപ്പൊ അതൊക്കെയാണ് സുഹൃത്തുക്കളെ. ഓ DKയുടെ സ്ഥലം കൊണ്ടോ?
ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഡി കെയുടെ വീടിന് അങ്ങോട്ട് പോവാം. ഡി കെയുടെ വീട് എവിടെ? ഓ, ഇവിടാണ് ഡി കെയിൽ പണിയാൻ പോണേ. ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ, അപ്പൊ ഇവിടാണ് നമ്മുടെ ഡി കെ വീട് പണിയാൻ പോണ സ്ഥലം. ഓക്കെ, അപ്പൊ അതാണ് വേണ്ടത് ഇവിടെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മിക്കുവിന്റെ പിരമിഡ് ഇവിടെ നിന്ന് അവിടെ നിന്ന് കാണാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നിന്നാൽ മിക്കുവിന്റെ മിക്കുവിന്റെ ടെന്റ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം സുഹൃത്തുക്കളെ. മിക്കുവിന്റെ പർപ്പിൾ ടെന്റ്. അപ്പൊ അതാണ് ഇതൊക്കെയാണ് ഗൈസ്. ആംസ്റ്ററിന്റെ വീട്ടിൽ എന്താ പറ്റാനാ? ആംസ്റ്ററിന്റെ വീട്ടിൽ ഓൾറെഡി ട്രോള് വെച്ച അതിനകത്ത്. കാണത്തില്ല, ട്രോള് ഇല്ലല്ലോ അല്ലേ? ആ ഇല്ല ഇല്ല ഇല്ല, പറയാൻ പറ്റില്ല. ഈ ഗെയിമർ കോസ്റ്റ് കൊണ്ട് ട്രോള് വെക്കുവേ. ഗെയിമർ കോസ്റ്റ് നമ്മളെ വാൾട്ടർ പിടിച്ച് ജയിലിൽ ഇട്ടെന്ന് പറയുന്നു കേട്ടു. നോക്കണം ഉടനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷൻ വന്നതാണ്, നമ്മുടെ ബോട്ട് വന്നു, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. തന്നെ നമ്മുടെ മിക്കു ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഡി കെ എല്ലാവരും ഇവിടെ സെറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഉടനെ ഒരു വീടും പണിയണം, ഒരു കഫേയും പണിയണം, അത് ഉടനെ പണിയണം. ഓക്കെ, അപ്പൊ എന്നാലേ നമുക്ക് കുറച്ച് ഫണ്ടിന്റെ അതെ പണിയണം. സ്ഥലമാഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട് കേസ്, അതിന് പണിഞ്ഞാൽ കൂടെ മതി. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്, കുറച്ച് ഫണ്ടിന്റെ ക്ഷാമം ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം കേസ്. എല്ലാ കൂട്ടുകാർക്കും ബൈ ദ ബൈ, ടാറ്റ. എല്ലാരും ടാറ്റ പറ. ബൈ ബൈ. ഓക്കെ.